നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 അവസാനിക്കുന്നു. 2026 വേൾഡ് കപ്പിൻ്റെ ഇയർ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ 2025 അവസാനത്തിൽ ഓരോ രാജ്യങ്ങളുടെയും താരങ്ങളുടെ മൂല്യം വെച്ച് ഏറ്റവും മൂല്യമേറിയ ദേശീയ ടീം ഏതാണ്? ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ള 20 ദേശീയ ടീമുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 20ാം സ്ഥാനത്ത് കൊളംബിയയാണ്. 285.4 മില്യൺ യൂറോയാണ് അവരുടെ ടീമിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. 19ാം സ്ഥാനത്ത് ഇക്കഡോർ 341.58 മില്യൺ യൂറോ. 18ാം സ്ഥാനത്ത് ഐവറി കോസ്റ്റ് 342.03 മില്യൺ യൂറോ. 17ാം സ്ഥാനത്ത് ഡെൻമാർക്ക് 378.5 മില്യൺ യൂറോ. 16ാം സ്ഥാനത്ത് ഉറുഗ്വായി 411.7 മില്യൺ യൂറോയാണ് അവരുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ 15ാം സ്ഥാനത്ത് സെനഗലുണ്ട് 418.4 മില്യൺ യൂറോ. 14ാം സ്ഥാനത്ത് മൊറോക്കോ 436.65 മില്യൺ യൂറോ. 13ാം സ്ഥാനത്ത് ബെൽജിയം 444.2 മില്യൺ യൂറോ. 12ാം സ്ഥാനത്താണ് നോർവേ 489.9 മില്യൺ യൂറോ. 11ാം സ്ഥാനത്താണ് സ്വീഡൻ 494.18 മില്യൺ യൂറോ. 10ാമതാണ് തുർക്കിയെ 501.2 മില്യൺ യൂറോയാണ് അവരുടെ ദേശീയ ടീമിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. 9ാം സ്ഥാനത്താണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയുള്ളത്. 551 മില്യൺ യൂറോയാണ് അവരുടെ ടീമിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. 7ാം സ്ഥാനത്ത് ജർമ്മനി 782 മില്യൺ യൂറോ. 7ാം സ്ഥാനത്ത് നെതർലൻഡ്സ് 810 മില്യൺ യൂറോ. 6ാം സ്ഥാനത്ത് പോർച്ചുഗൽ 837.5 മില്യൺ യൂറോ. 5ാം സ്ഥാനത്ത് ഇറ്റലി 856 മില്യൺ യൂറോ. 4ാം സ്ഥാനത്താണ് ബ്രസീലുള്ളത്. 926 മില്യൺ യൂറോയാണ് അവരുടെ ദേശീയ ടീമിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് സ്പെയിന് 928 മില്യൺ യൂറോ. 2ാമത് ഫ്രാൻസ് 1.29 ബില്യൺ യൂറോ. 1ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ്. 1.3 ബില്യൺ യൂറോയാണ് അവരുടെ ടീമിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ താരങ്ങൾ വ്യത്യസ്ത ലീഗുകളിൽ കളിക്കുന്നു. ടോപ്പ് 5 ലീഗിൽ കളിക്കുന്ന താരങ്ങളുടെ മൂല്യമൊക്കെ കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെ കണക്കാക്കിയതാണ്. സോ ഏറ്റവും വിലപിടിപ്പുള്ള ദേശീയ ടീമായിട്ട് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ട്, 2 ഫ്രാൻസ്, 3 സ്പെയിൻ, 4 ബ്രസീൽ, 5 ഇറ്റലി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.